നമസ്കാരം. ഞാൻ പട്ടം എസ്.യു.ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ വൃക്കയിലൊരു വീക്കം, അതായത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന അസുഖത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് എന്തുകൊണ്ട് വരുന്നു? ഇതിനെന്ത് ചെയ്യണം എന്ന് ചുരുക്കി ഇന്ന് പറയാം. ഇപ്പോൾ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ വലിയവരുടെ കിഡ്നിയിൽ മൂത്രം കളക്ട് ചെയ്ത് വരുന്ന പെൽവിക് എലിസിയൽ സിസ്റ്റത്തിൽ വീക്കം, അതുകൊണ്ട് ചിലപ്പോൾ കിഡ്നിയിലും അതിൻ്റെ പ്രവർത്തിക്കുന്ന പാരൻകൈമയിലും ചേഞ്ചസ് കാണാം. അപ്പോൾ ഇത് എപ്പോൾ കാണും എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വന്ന് വേറെ കാരണം തപ്പി പോകുമ്പോൾ ചിലപ്പോൾ മൈൽഡ് രീതിയിൽ ഹൈഡ്രോനെഫ്രോസിസ് കണ്ടേക്കാം. പക്ഷേ വളരെ സാധാരണമായി നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നത് ഗർഭസ്ഥ ശിശുവിടെ അതായത് പ്രഗ്നൻസി സ്കാനിൽ കുഞ്ഞുങ്ങൾക്ക് ഹൈഡ്രോനെഫ്രോസിസ് ചിലപ്പോൾ കണ്ടേക്കും. അപ്പോൾ ഇത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അനോമലി എന്ന് പറയാം. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റും കുഞ്ഞിൻ്റെ വൃക്ക ഡെവലപ്പായി വരുന്ന അനുസരിച്ച് ഫ്ലൂയിഡ് അളവ് കൂടുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ രീതിയിൽ വീക്കമായിട്ട് കണ്ടേക്കാം. ഒരു 90% കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ട് വളർന്നു വരുമ്പോൾ ഈ വീക്കം മാറിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ബാക്കി 10% കുഞ്ഞുങ്ങൾക്കാണ് ചികിത്സ വേണ്ട രീതിയിലുള്ള ഹൈഡ്രോനെഫ്രോസിസ് കാണാറുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള സീരിയലായിട്ട് നമ്മൾ ഇടയ്ക്ക് സമയം 1 മന്ത്, 3 മന്ത്സ്, 6 മാസം, 1 വയസ്സ്, അങ്ങനെ ഓരോ സമയം അനുസരിച്ച് ചെയ്യുന്ന അൾട്രാസൗണ്ടിൽ സൈസും വേറെ ഫീച്ചേഴ്സും അനുസരിച്ചാണ് ബാക്കി ടെസ്റ്റുകളുടെ ആവശ്യമുണ്ടോ, വേറെ ചികിത്സ വേണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ നവജാത ശിശുക്കളുടെ സ്കാൻ ചെയ്തിട്ട് സൈസ് കൂടി വരുന്നു, തടസ്സം പോലെ ആണ് ലക്ഷണം കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്പെഷ്യൽ ന്യൂക്ലിയർ സ്കാൻ ചെയ്തിട്ട് തടസ്സം തന്നെയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കും. അപ്പോൾ തടസ്സം എന്ന് വെച്ചാൽ, മുകളിൽ കിഡ്നിയിൽ നിന്ന് യൂറിൻ താഴോട്ട് യൂറേറ്റർ എന്ന് പറഞ്ഞ ട്യൂബിലോട്ട് വരുന്ന അവിടെ, അതായത് പെൽവി യൂറേറ്ററിക് ജംഗ്ഷനിൽ ഒരു ഒബ്സ്ട്രക്ഷൻ, PUJO എന്ന് പറയുന്ന ഒരു അനോമലിയാണ്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ യൂറിൻ താഴോട്ട് വരാണ്ട് കിഡ്നിയുടെ അവിടെ തന്നെ കളക്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ സ്ട്രെച്ച് ആയി കിഡ്നിയുടെ പ്രവർത്തിക്കുന്ന ഭാഗവും കട്ടി കുറഞ്ഞ് വരും. അപ്പോൾ അത് അങ്ങനെ വിട്ടാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കണ്ട് ഇത് തടസ്സം തന്നെയാണ്, നല്ല കാര്യമായിട്ടുള്ള തടസ്സമാണ് എന്ന് കാണുമ്പോഴാണ് നമ്മൾ പയലോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തടസ്സം അല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് ഹൈഡ്രോനെഫ്രോസിസ് വരാം. അത് മൂത്രം മുകളിലോട്ട്, അതായത് ഈ മൂത്രസഞ്ചിയിൽ നിന്ന് തിരിച്ച് യൂറേറ്റർ എന്ന് പറഞ്ഞ ട്യൂബിൽ കൂടെ കിഡ്നിയിലോട്ട് കയറി പോകുന്നത് വെസൈക്കോ യൂറേറ്ററിക് റിഫ്ലക്സ് എന്ന് പറഞ്ഞ കണ്ടീഷനിലും കാണാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഹൈഡ്രോനെഫ്രോസിസ് മാറാണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ സൈസ് കൂടി വരുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന് അതിൻ്റെ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടെസ്റ്റ് ഈ റിഫ്ലക്സ് ഉണ്ടോ, VUR എന്ന് പറഞ്ഞ റിഫ്ലക്സ് ഉണ്ടോ എന്ന് നോക്കി കണ്ടുപിടിക്കുന്നത് MCU എന്ന് പറഞ്ഞ സ്പെഷ്യൽ എക്സ്റേ കൂടെയാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കണം. അതിൻ്റെ ചികിത്സ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ഡോസ് ആൻറ്റിബയോട്ടിക് യൂറോപ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് കുഞ്ഞ് വളർന്നു വരുമ്പോൾ അത് ബോഡിയുടെ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് ഇത് മാറി വരുവാണെങ്കിൽ വേറെ ചികിത്സയൊന്നും വേണ്ടി വരില്ല. അല്ലെങ്കിൽ സിവിയർ ഗ്രേഡ് 4, 5 റിഫ്ലക്സ് ആണെങ്കിൽ ചിലപ്പോൾ സർജറി പോലത്തെ ചികിത്സ വേണ്ടി വന്നേക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ ചികിത്സ വേണ്ടയോ, ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതിയോ എന്ന് തീരുമാനിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വേറെ അസുഖങ്ങളെക്കുറിച്ച് വേറെ ഒരു ദിവസം സംസാരിക്കാം. നന്ദി.